Hey Sundaries, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. പലർക്കുള്ളൊരു പ്രശ്നമാണ് മുടി മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഉള്ളു തോന്നിപ്പിക്കാണ്ട് ഇരിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെയർ സ്റ്റൈലിൽ എത്ര മുടിക്ക് ഉള്ളു കുറവാണെങ്കിലും അതിൻ്റെ ഇരട്ടി ഉള്ളു തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് മെടഞ്ഞിടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഇത് വെസ്റ്റേൺ വെയറും ഇന്ത്യൻ വെയറിൻ്റെ ഒപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. എല്ലാവിധ ഡ്രസ്സിൻ്റെ ഒപ്പം നന്നായി ചേർന്ന് പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ആദ്യം തന്നെ മുടി നന്നായി ജടയൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി എടുക്കുക. ഹെയർ സിറം വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഈ ഹെയർ സ്റ്റൈലിന് കൂടുതലും സൈഡ് പാർട്ടീഷനാണ് ചെയ്യുക. വേണമെങ്കിൽ നടു പാർട്ടീഷൻ എടുക്കുക, ചെയ്യാം, വിരോധമില്ല. സൈഡാണ് പക്ഷേ കൂടുതൽ ചെയ്യുക. എന്നിട്ട് ഞാൻ മുടി രണ്ടായിട്ട് ഭാഗിക്കുകയാണ്, രണ്ട് സെക്ഷനാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പിന്നിലത്തെ സെക്ഷനല്ലേ അതെടുത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മൾ മെടയുക അതേപോലെ 3 ഇഴ എടുത്തിട്ട് നമ്മൾ മെടഞ്ഞെടുക്കാൻ പോവുകയാണ്. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് 3 ഇഴ എടുത്തിട്ട് നമ്മൾ മെടയുക. അവസാനം ഒരു ഹെയർ ടൈ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. അതിനുശേഷം നമ്മൾ മറ്റേ സെക്ഷനില്ലേ അതും ഇതേപോലെ തന്നെ 3 ഇഴ വെച്ച് മെടഞ്ഞെടുക്കുക. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇത് 2 സെക്ഷനും കൂടിയിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഹെയർ ടൈ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. ഷോർട്ട് ഹെയർ ആണെങ്കിൽ അതേപോലെ ഒന്ന് സെക്യൂർ ചെയ്യണതാണ് നല്ലത്. അല്ല വെച്ചാൽ അത് അങ്ങനെ തന്നെ വിട്ടാൽ മതി. അവസാനം നമുക്ക് സെക്യൂർ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മെടഞ്ഞിട്ടിരിക്കുന്ന എല്ലാ സൈഡിൽ നിന്നും നമ്മൾ കുറച്ച് മുടിയൊന്ന് വിടർത്തിയെടുക്കുക. കുറച്ച് ഉള്ളു തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 സൈഡിലും മെടഞ്ഞിട്ടില്ലേ, 2 സൈഡിലും 2 സെക്ഷൻ ഓഫ് ഹെയറിനും 2 സൈഡിൽ നിന്നും ഇതേപോലെ മെടഞ്ഞിട്ട ഭാഗത്തു നിന്ന് മുടി ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക, ഫാൻ ഔട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മുടിക്ക് നല്ല ഉള്ളുള്ള പോലെ തോന്നിപ്പിക്കും. അതിനുശേഷം നമുക്ക് ഇത് മുടി എന്താ വേണ്ടത് വെച്ചാൽ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് സാധാരണ ബോബി പിൻ അല്ലെങ്കിൽ ഇർക്കിളി സ്ലൈഡ് ഇല്ലേ അത് വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി സെക്യൂർ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒറ്റൊരു തവണയായിട്ട് മെടഞ്ഞെടുത്തിരിക്കുന്ന പോലെയാണ് തോന്നുക. രണ്ടായിട്ട് മെടഞ്ഞ് നമ്മൾ ഹെയർ പിൻ വെച്ച പോലെ തോന്നുകയില്ല. പിന്നെ ഹെയർ പിൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് വിസിബിൾ ആവുന്ന തരത്തിൽ ഹെയർ പിൻ വെക്കണ്ട. നിങ്ങൾ മുടി മുന്നിലേക്ക് എണ്ണ വെച്ച് കഴിഞ്ഞാൽ പിന്നിന്ന് ഹെയർ പിൻ കുത്തുക. അല്ല പിന്നിലേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മുന്നിന്ന്, അതായത് എങ്ങനെയാണോ മറിഞ്ഞു പോകുന്നത് അതിനനുസരിച്ച് ഇർക്കിളി സ്ലൈഡ് കുത്തുക. എന്നിട്ട് അവസാനം ഹെയർ ടൈൻ്റെ മീതെ കൂടെ ഒരു സ്ട്രാൻഡ് മുടി എടുത്തിട്ട് നല്ലോണം അത് ചുറ്റി ഹെയർ ടൈ കാണാത്ത പോലെ ചുറ്റിയിട്ട് ഒരു ബോബി പിൻ വെച്ചിട്ട് ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുക. എന്നിട്ട് എഗെയിൻ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കുക, 2 മുടിയും മെടഞ്ഞിട്ടിരിക്കുന്ന 2 സെക്ഷനും കൂടി ഒരുമിച്ച് ഒരു ബോബി പിന്നോ അല്ലെങ്കിൽ അതായത് ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് മുടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കുക. നമ്മുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല ഉള്ളിലുള്ള പോലെ തോന്നും നമ്മുടെ മുടിക്ക്. ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈലാണ്. പിന്നെ എവിടെയൊക്കെയാണോ സൈഡിലൊക്കെ വേണമെങ്കിൽ മുടി പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ഇർക്കിളി സ്ലൈഡ് വെച്ച് കുത്താവുന്നതാണ്. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് മെടഞ്ഞു എന്ന് ഒട്ടും തോന്നില്ല. ഇവൻ അടുത്തുനിന്ന് നോക്കുമ്പോൾ പോലും ഒട്ടും തോന്നില്ല. ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇർക്കിളി സ്ലൈഡ് വെച്ച് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. സാരിയുടെ ഒപ്പം അസലായിട്ട് ചേരും. അപ്പോൾ ഉള്ളു കുറവുള്ള ആൾക്കാർ കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ, പറ്റിയ ഹെയർ സ്റ്റൈൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ് അതിന്. സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതിനേക്കാളും മുമ്പ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച സാരിയാണ്, നല്ല സാരിയാണ് കേട്ടോ. 399 റുപ്പീസേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.